എന്തൊക്കെയുണ്ട് വിശേഷം? രാത്രി 10 മണിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നട്ടപ്പാതിരാത്രി 10 മണിയായപ്പോൾ എല്ലാവർക്കും വിശക്കുന്നു. എല്ലാവർക്കും നല്ല മോരും മുട്ട പൊരിച്ചതൊക്കെ കുട്ടിച്ചോറ് കഴിക്കണമെന്നൊരാഗ്രഹം കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ അരി അടുപ്പത്തേക്ക് ഇട്ടു. പിന്നെ കിഴങ്ങ് വേകാനായിട്ട് വെച്ചു. അരിയാണെങ്കിൽ കഴുകി എടുത്തോട്ടോ. ഇത്തവണ ഞാനാണെങ്കിൽ കുത്തരിയാണ് വാങ്ങിച്ചത്. കുറേ നാളിന് ശേഷം കുത്തരി കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദൻ്റെ പൊന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ. സാധാരണ നമ്മളിവിടെ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ ഈ അറബിക് റൈസ് ആയിരുന്നു കേട്ടോ. നല്ല നീളമുള്ള ബസുമതി റൈസ്. എനിക്കാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി മാമ്പഴപ്പുളിശ്ശേരി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. ഭാഗ്യത്തിന് കഴിഞ്ഞ വീക്കെൻഡിൽ പോയിട്ട് ഞാൻ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തു. ഞാൻ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് അത് അടുപ്പത്തേക്ക് ഒരു 2 പച്ചമുളക് ഒടിച്ചിട്ടിട്ട് വെച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അതൊന്ന് വെന്തുടങ്ങി വന്നപ്പോഴത്തേക്കും കൂട്ടരച്ച് ഇങ്ങനെ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി. ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ എന്നാ ടേസ്റ്റാണേ. പിന്നെ മുട്ട പൊരിക്കാനായിട്ട് എടുത്തോട്ടെ. എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരു എന്താ പറയുക, നമ്മുടെ റെസിപ്പി എന്നൊക്കെ പറയാമല്ലോ. മുട്ട പൊരിച്ചത്, ചമ്മന്തി, ചായ ഉണ്ടാക്കാൻ. ഇത് മിക്കവും പിള്ളേർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. തുടക്കത്തിൽ എല്ലാവരും ഭയങ്കര പാചക പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനത്തെ ഉള്ള കൂട്ടിലൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ മുട്ടയൊക്കെ ഒന്ന് മറിച്ചിട്ടു. എനിക്കെപ്പോൾ മുട്ട മറിച്ചിട്ടാലും മുട്ട പൊട്ടിപ്പോട്ടോ. ഭാഗ്യത്തിന് പൊട്ടിപ്പോകാതെ കിട്ടും. അങ്ങനെ ചോറൊക്കെ സെറ്റായി. നല്ല ചൂട് ചോറിലേക്ക് മാമ്പഴപ്പുളിശ്ശേരിയും ആ മുട്ട പൊരിച്ചതും ഒരിച്ചിരി നാരങ്ങാച്ചാറും പിന്നെ കിഴങ്ങ് മെഴുക്കിട്ടത്. കട്ടപ്പം ഇറങ്ങിയാലോ സ്വർഗ്ഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുമോ. ടാറ്റാ.